വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അതുല്ലാം ഗുഹയിലെത്തി. അവൻ്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവൻ്റെ ചുറ്റും കൂടി. അവൻ അവരുടെ എല്ലാം തലവനായി. 400ഓളം പേർ അവനോടുകൂടെ അവിടെ ഉണ്ടായിരുന്നു. ദാവീദ് മൊവാബ് രാജാവിനോട് തൻ്റെ മാതാപിതാക്കളെ അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. രാജാവ് സമ്മതിച്ചു. പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞതനുസരിച്ച് ദാവീദ് ഹെരേത്ത് വനത്തിലേക്ക് പോയി. ദാവീദും കൂട്ടാളികളും അഹിമേലെക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞ സാവൂൾ അഹിമേലെക്കിൻ്റെ അടുത്ത് ചെന്ന് അവൻ ദാവീദിന് വാളും മറ്റും കൊടുത്തത് എന്തിനെന്ന് ചോദിച്ച് അവർക്ക് നേരെ കോപാകുലരായി. പുരോഹിതനായ അഹിമേലെക്കിനെയും കൂട്ടരെയും കൊന്നുകളയാൻ അംഗരക്ഷകരോട് പറഞ്ഞെങ്കിലും അവർ അതനുസരിച്ചില്ല. സാവൂൾ ഏദോമ്യനായ ദോയേഗിനെ കൊണ്ട് ആ പുരോഹിതരെ വധിച്ചു. അവരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു. എന്നാൽ അഹിമേലെക്കിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാഥാർ ഓടി രക്ഷപ്പെട്ട് ദാവീദിൻ്റെ അടുത്തെത്തി കർത്താവിൻ്റെ പുരോഹിതന്മാരെ സാവൂൾ വധിച്ച വിവരം അവൻ അറിയിച്ചു. ഫിലിസ്ത്യർ കെയില ആക്രമിക്കുന്നുവെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി. അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ പോയി ഫിലിസ്ത്യരെ ആക്രമിക്കട്ടെയോ? കർത്താവ് ദാവീദിന് അനുമതി നൽകി. പോയി ഫിലിസ്ത്യരെ ആക്രമിച്ച് കെയില രക്ഷിക്കുക. 1 സാമുവേൽ 23-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്ത്യരുമായി ഏറ്റുമുട്ടി വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു. അങ്ങനെ ദാവീദ് കെയില നിവാസികളെ രക്ഷിച്ചു. ദാവീദ് കെയിലായിൽ വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കെയിലായിൽ ചെന്ന് ദാവീദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു. സാവൂൾ തനിക്കെതിരെ ദുരാരോപണം നടത്തുന്ന വിവരം അറിഞ്ഞ ദാവീദ് കർത്താവിനോട് ചോദിച്ചു, കെയിലാക്കാർ എന്നെയും എൻ്റെ ആൾക്കാരെയും സാവൂളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് പറഞ്ഞു, അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുക.